നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ. ഇന്നിപ്പോൾ നമുക്ക് രാവിലെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, അതായത് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൈക്കൂലിക്കാരനാണ് എന്ന് കണ്ണൂർ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലയ്ക്ക് ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നു. അതായത് ഒരിക്കലും തൻ്റെ സർവീസിൽ ഒരിക്കലും കളങ്കിതമായിട്ട് പേര് വരാത്ത നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ കൈക്കൂലിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ CPMൻ്റെ കണ്ണൂർ ഘടകവും അല്ലാതെ അവരുമായി ബന്ധപ്പെട്ട ഒരു ഉപജാപ സംഘവും, അതായത് PP ദിവ്യ, പ്രശാന്തൻ, PP ദിവ്യയുടെ ഭർത്താവ് തുടങ്ങിയ, അതായത് കളക്ടർ ഉൾപ്പെടെയുള്ള ഒരു ഉപജാപ സംഘം തയ്യാറാക്കിയ തിരക്കഥ പൊളിഞ്ഞു വീഴുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. അതായത് ഒരുപാട് ചുറ്റിക്കെട്ടില്ലാതെ പറയാം, വിജിലൻസിന്റെ അന്വേഷണം പുറത്തു വന്നു. പ്രശാന്ത് എന്ന് പറയുന്ന ആ പെട്രോൾ പമ്പ് നടത്താനായി ഉദ്ദേശിച്ചിരുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേപ്പർ NOC ശരിയാക്കി കിട്ടാനായി നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് ആരോപണം ഉന്നയിച്ച പ്രശാന്തന്റെ ആരോപണങ്ങളുടെ മുനയൊടിഞ്ഞിരിക്കുന്നു. അതിന് തെളിവില്ല. വിജിലൻസ് അന്വേഷണത്തിൽ അതിന് ഒരു തെളിവും കിട്ടിയിട്ടില്ല. അത് നമുക്കൊന്ന് ജസ്റ്റ് അതിൻ്റെ നാൾ വഴികളിലേക്കൊന്ന് നോക്കിയാൽ, പ്രശാന്ത് പണം നൽകിയതിന് തെളിവ് നൽകാൻ പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ല. കൈക്കൂലിയായിട്ടുള്ളത് അത് കൊടുത്താലും അത് വാങ്ങിയാലും അത് കുറ്റമാണ്. അതായത് പ്രശാന്ത് 5-ാം തീയതിയോ മറ്റോ ആണ് അവിടെ കണ്ട ഒരു സഹകരണ ബാങ്കിൽ, അവർക്ക് തന്നെ പരിചയമുള്ളൊരു സഹകരണ ബാങ്കിൽ ഈ പറയുന്ന സ്വർണം കൊണ്ട് ആ പറയുന്ന പ്രശാന്ത് അവിടെ ഇത് പണയം വെക്കുന്നത്. പണയം വെച്ച് ആ കാശ് 98,500 രൂപ കൊടുത്തു എന്ന് പറയുന്നു. അതിനുശേഷം ഈ 5-ാം തീയതി പണയം വെക്കുന്നു, 6-നും 7-നും ഒക്കെ അദ്ദേഹത്തെ വിളിക്കുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, കൈക്കൂലി കൊടുത്തു എന്ന് പ്രശാന്ത് അടങ്ങുന്ന സംഘവും ഒരു രേഖ, ഒരു കാര്യം പറയുമ്പോൾ വിജിലൻസിനാണെങ്കിൽ തന്നെയും പോലീസിനാണെങ്കിൽ തന്നെയും ഇത് വിജിലൻസെ അന്വേഷിക്കുള്ളൂ, പണവുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പൊ തെളിവുണ്ടാക്കാനായി, രേഖ ഉണ്ടാക്കാനായി ആണ് ഇത് പണയപ്പെടുത്തി എന്ന് പറഞ്ഞ് 98,500 രൂപ എന്നൊരു കണക്ക്, ആ പേപ്പർ അത് തെളിവിനായി. പിന്നെ തുടർന്ന് അദ്ദേഹത്തിന് വിളിച്ചു എന്ന് പറയുന്നു, അദ്ദേഹം തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നതും അതും ഒരു തെളിവ്, ഫോൺ രേഖ ഉണ്ടാക്കാനാണ്. എവിടെയൊക്കെ CCTV ഉണ്ട് എന്നുള്ള കാര്യം നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനേക്കാൾ കണ്ണൂരിനെ നല്ലവണ്ണം അറിയാവുന്ന ഈ പറയുന്ന പ്രശാന്തൻ അറിയാം. പ്രശാന്തൻ അത് കറക്റ്റായിട്ട് ആ കാണുന്ന CCTV ദൃശ്യങ്ങൾ എവിടെയൊക്കെ CCTV ഉണ്ട് എന്നുള്ളത് അറിയാവുന്ന പ്രശാന്തൻ അത് കണക്കാക്കി അദ്ദേഹത്തിന്റെ പിറകെ പോയി, അദ്ദേഹത്തിനെ ശല്യം ചെയ്ത് അദ്ദേഹത്തിന്റെ പിറകെ പോകും. നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ആ മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ പള്ളിക്കുന്നിലെ വീട്ടിലേക്ക് ചെല്ലാൻ പറയുന്നു. ഒരു വേള പള്ളിക്കുന്നിലെ വീട്ടിലേക്ക് ചെല്ലാൻ പറയുന്ന പ്രശാന്തൻ ഇത്രയും തെളിവുണ്ടാക്കി എന്നുണ്ടെങ്കിൽ ഈ കാശ് കൊടുക്കുന്നതിന് എന്തുകൊണ്ട് തെളിവുണ്ടാക്കിയില്ല? ഏതായാലും ഇത് NOC കൈമാറാൻ അദ്ദേഹം വിളിച്ചത് അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന് ഈ പറയുന്ന ഇത്രയും വെറുതെ ശല്യം ചെയ്ത ഈ സാധനത്തിന് വേണ്ടി നിയമവശങ്ങളൊന്നും ഇല്ലായിരുന്നിട്ട് ബാക്കി എല്ലാവരുടെയും PP ദിവ്യ ഉൾപ്പെടെയുള്ള നേതാക്കളെ കൊണ്ട്, എന്തിന് ശശിയെ കൊണ്ടുവരെ വിളിച്ച്, ശശിയെ കൊണ്ടുവരെ വിളിച്ച് പറയിച്ച് സംഗതി ചെയ്തതിന് ഇതാ നിങ്ങളുടെ പേപ്പർ ഇടിക്കട്ടെ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഈ ശല്യം ഒഴിവാക്കാൻ ആ വീട്ടിലേക്ക് വിളിച്ചതായത് കൊണ്ടായിരിക്കുമോ അതിന് ഇയാൾക്ക് തെളിവുണ്ടാക്കാൻ കഴിയാതെ പോയത്? ഏതായാലും പ്രശാന്തൻ വ്യക്തമായ തെളിവുണ്ടാക്കാൻ, പ്രശാന്തന് കാശ് കൊടുത്തതിന് തെളിവുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുവരെയുള്ള കാര്യങ്ങൾക്ക് പ്രശാന്തൻ അടങ്ങുന്ന ഉപജാപ സംഘത്തിന്റെ തെളിവ്, അവരത് പണയം വെച്ചതിന്റെ പേപ്പർ, ഫോൺ വിളിച്ചതിന്റെ രേഖ, പിറകെ നടന്നതിന്റെ രേഖ, വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉണ്ടാക്കി. അവിടെയാണ് പ്രശാന്തന് പൊളിഞ്ഞു പോയത്. ദൈവത്തിന്റെ ഒരു കയ്യൊപ്പെന്നൊക്കെ പറയുന്ന പോലെ ആ മനുഷ്യൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളതിന്റെ വാങ്ങി എന്നുള്ളത് ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. 2, ഈ പറയുന്ന പോലെ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞതിന് ശേഷം വിജിലൻസിൽ വിളിച്ച് പറയുന്ന ബന്ധു ആര്, പ്രശാന്തന്റെ ആ ബന്ധു ആര്, ആ ബന്ധുവിനെ കുറിച്ച് എന്തുകൊണ്ട് വിജിലൻസ് പറയുന്നില്ല? ആ ഫോൺ നമ്പർ വെച്ച് നമുക്ക് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് AK സെന്ററിലെ ബന്ധു ആയിരിക്കണം, അദ്ദേഹത്തിന്റെ ബന്ധുവായ ഓഫീസർ AK സെന്ററിലെ ഓഫീസ് സെക്രട്ടറി ആണോ, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലെ അദ്ദേഹത്തിന്റെ ബന്ധുവാണോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അദ്ദേഹത്തിന്റെ പരിചയക്കാരനാണോ? എന്തായാലും പ്രശാന്ത് ചില്ലറക്കാരനല്ല. അപ്പൊ പ്രശാന്തിന് വേണ്ടി വിജിലൻസിൽ വിളിച്ച് ഇതേപോലെ ഒരു പരാതി പറഞ്ഞത് ആര്? അത് ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല, അതും അവിടെ ഒളിച്ചു വെക്കപ്പെടുന്നു. അപ്പോൾ ഇതിൽ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ കൈക്കൂലിക്കാരനാണെന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ണൂർ ഘടകത്തിലെ പാർട്ടിയുടെ സെക്രട്ടറി ജയരാജൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ പൊളിയുകയാണ്. അതായത്
ഈ പറയുന്ന പോലെ കോഴിക്കോടത്തെ വിജിലൻസ് SP സ്പെഷ്യൽ സെല്ലാണ് ഈ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിലാണ് അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, ഈ പ്രശാന്തൻ പറയുന്ന ഈ വാമൊഴി മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന പൈസ കൊടുത്തതിൻ്റെ കാശ് കൊടുത്തതിൻ്റെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. അതായത് അദ്ദേഹത്തിന് കാശ് കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിനെ ട്രാപ്പ് ചെയ്യാനായി ശ്രമിച്ചു. പോകുന്ന ദിവസം, അതായത് അദ്ദേഹം പോകുന്ന 14-ാം തീയതി ആണെങ്കിൽ 10-ാം തീയതിയാണ്, 10-ാം തീയതിക്കകത്താണ് ഈ പറയുന്ന വിജിലൻസ് വിളിച്ച് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ആരെ, ഈ പ്രശാന്തനെ ചോദ്യം ചെയ്യുന്നത്. പ്രശാന്തനെ നവീൻ ബാബുവിന് കാശ് കൊടുത്തു എന്ന് പ്രശാന്തനെ ചോദ്യം ചെയ്യുന്നത് 14-ാം തീയതി യാത്രയയപ്പ് വേളയിൽ ഇരിക്കുന്ന നവീൻ ബാബു അറിയുന്നത് പോലുമില്ല. അപ്പൊ ഇങ്ങനെ ഈ ഗൂഢപദ്ധതികളെല്ലാം പ്ലാൻ ചെയ്ത് അദ്ദേഹത്തിനെ നാറ്റിക്കാനായിരുന്നു ഇവർ പ്ലാൻ ചെയ്തത്. അദ്ദേഹം അവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾ 3 ദിവസത്തിനകത്ത് അറിയും എന്ന് PP ദിവ്യ പറഞ്ഞത് ഈ പറഞ്ഞത് ആയിക്കൂടാ എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. അതായത് വിജിലൻസിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൈക്കൂലി വാങ്ങി, നിങ്ങളൊരു കള്ളനാണ്, കളങ്കിതനാണ് എന്നുള്ള രേഖ ഇപ്പൊ നിങ്ങൾക്ക് 3 ദിവസത്തിനകത്ത് അറിയാൻ പറ്റും. ഇനിയെങ്കിലും നിങ്ങൾ ഇവിടെ കാണിച്ചത് നിങ്ങളുടെ നാട്ടിൽ പോയി കാണിക്കരുതെന്നൊക്കെ ഗുണം ദോഷിക്കാനായി, അതായത് ഗുണം നിങ്ങൾ നല്ലവനാവാൻ ശ്രമിക്കൂ എന്ന് കപടത വിളമ്പി പറഞ്ഞ PP ദിവ്യ അല്ലെങ്കിൽ പ്രശാന്തും ഒരിക്കലും കരുതിയില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഊരാക്കുടുക്കിലേക്ക് അവർ ചെന്ന് ചാടുമെന്ന്. ഏതായാലും കോഴിക്കോട് സ്പെഷ്യൽ സെല്ല് SP വിജിലൻസ് SPയുടെ അന്വേഷണത്തിൽ ഈ പറയുന്ന പോലെ ഒരു നല്ല ഉദ്യോഗസ്ഥനെ, നവീൻ ബാബു എന്ന കളങ്കമില്ലാത്ത, അതായത് ഇതുവരെ പേരുദോഷമുണ്ടാക്കാത്ത മനുഷ്യനെ ഒരു കള്ളപ്പേര് ചാർത്താൻ ശ്രമിച്ച നിഗൂഢ സംഘത്തിന്റെ പദ്ധതി പൊളിയുന്നു. ഓരോന്നായി പൊളിഞ്ഞു താഴെ പോകുന്നു. ഭരിക്കുന്നത് അവരുടെ പാർട്ടി, എന്നിട്ട് പോലും അവർക്കൊരു ചെറുവിരലനക്കി ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു രക്ഷയുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ, അതായത് ഒരു കള്ളവും ചെയ്യാത്ത മനുഷ്യനെ കള്ളനാക്കാൻ ശ്രമിച്ചതിന് ഓരോന്നായി പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. അതായത് ഇത് ഈ പറയുന്ന പോലെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി. ഈ താൽക്കാലിക ജീവനക്കാരനായ പ്രശാന്തന് എന്നേക്കുമായി, അതായത് കൈക്കൂലി കൊടുക്കുന്നതും അതും തെറ്റാണ്, കൈക്കൂലി വാങ്ങുന്നതും തെറ്റാണ്, അത് ഇത്ര ദിവസത്തിനകത്ത് റിപ്പോർട്ട് ചെയ്യണമെന്നുമുണ്ട്. അപ്പോൾ ഒരു താൽക്കാലിക ജീവനക്കാരനായ അയാൾക്ക് ഇദ്ദേഹം കൈക്കൂലി വാങ്ങി എന്ന് കരുതി അദ്ദേഹത്തിന് കിട്ടാനുള്ള സകല, അതായത് പെൻഷൻ പറ്റുമ്പോൾ കിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തുക, ഇയാൾ താൽക്കാലിക ജീവനക്കാരനായ ആയതുകൊണ്ട് കുറച്ചുനാൾ പണിയില്ലാതിരുന്നാലും നവീൻ ബാബുവിന് ഒന്നും കിട്ടാതാക്കുക, അയാളുടെ പേരുദോഷം ഉണ്ടാക്കുക എന്ന നിഗൂഢ പദ്ധതി ഇവിടെ പൊളിയുകയാണ്. അത് പൊളിയുക തന്നെ ചെയ്യും. ഇനി അങ്ങോട്ട് ഇത്തരത്തിൽ ഓരോന്നായി എത്ര തന്നെ സർക്കാർ ഇവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ആ കത്ത് കൊടുക്കാൻ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കത്ത് കൊടുക്കാൻ സഹായിച്ചത് AK സെന്ററിലെ ഓഫീസ് സെക്രട്ടറി ആണോ, മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിൽ നിന്നാണോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണോ, ഇതെല്ലാം ഇനി എത്ര മൂടി വെച്ചിരുന്നാലും, നമ്മൾ വയലാറ് പറഞ്ഞ പോലെ സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചാലും എന്നെങ്കിലും ആ സത്യം പുറത്തു വരും എന്ന് തന്നെ ഈ കേരള സമൂഹം വിശ്വസിക്കുന്നു. ആയതുകൊണ്ട് തന്നെ ഈ നവീൻ ബാബു വിഷയത്തിൽ ഹൈക്കോടതി വിധി വന്നു കഴിഞ്ഞാലും ഇതിന്മേൽ കേരള സമൂഹം എന്തായിരിക്കും ഇതിൽ വരുന്ന മറ്റു നിയമവശങ്ങൾ എന്നുള്ളത് ഇതിൻ്റെ പിറകെ തന്നെ പോകും. അത് ലൈവായി തന്നെ ഉണ്ടാകും. അത് ആ മനുഷ്യനും ആ മനുഷ്യൻ്റെ കുടുംബത്തോടുമുള്ള കടപ്പാട് തന്നെയായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയാം. നന്ദി, നമസ്കാരം.